ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ തന്നെ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തെ ചോദ്യം, ഇതു കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു. ആര്? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച ഒരു അധികാരി. 2, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ച അധികാരി. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ വ്യസനിക്കാൻ കാരണമെന്ത്? അവൻ വലിയ ധനികനായിരുന്നു. 3, യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ വ്യസനിച്ച അധികാരിയോട് യേശു പറഞ്ഞതെന്ത്? സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. 4, എന്താണ് ദുഷ്കരമാണെന്ന് യേശു പറയുന്നത്? സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. 5, ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നാണ് യേശു പറയുന്നത്? ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത്. 6, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത് എന്തിനേക്കാൾ എളുപ്പമാണ് എന്നാണ് യേശു പറഞ്ഞത്? ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ. 7, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കു കഴിയും? ആരാണിത് ചോദിച്ചത്? ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന യേശുവിന്റെ വാക്കുകൾ കേട്ടവർ. 8, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കു കഴിയും എന്ന കേട്ടുനിന്നവരുടെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്ത്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. 9, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അധ്യായവും വാക്യവും പറയുക. ലൂക്ക 18:27. 10, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ ആരുടേത്? പത്രോസിൻ്റേത്. 11, ഇതാ ഞങ്ങൾ സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ യേശു പ്രതിവചിച്ചതെന്ത്? ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതെ ഇരിക്കുകയില്ല. 12, ദൈവരാജ്യത്തിനു വേണ്ടി എന്തെല്ലാം ഉപേക്ഷിക്കുന്നവർക്കാണ് ഇക്കാലത്ത് അവ അനേക മടങ്ങ് ലഭിക്കാതെ ഇരിക്കുകയില്ല എന്ന് യേശു പറയുന്നത്? എത്ര കാര്യങ്ങൾ? ഏതെല്ലാം? 5 കാര്യങ്ങൾ. വീട്, ഭാര്യ, സഹോദരന്മാർ, മാതാപിതാക്കൾ, സന്താനങ്ങൾ. 13, ദൈവരാജ്യത്തിനു വേണ്ടി ഉപേക്ഷിച്ചാൽ ഇക്കാലത്തു തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതെ ഇരിക്കുകയില്ല എന്ന് യേശു പറയുന്നതിൽ മൂന്നാമത് പറയുന്നത് എന്ത്? സഹോദരന്മാർ. 14, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്തു തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. കൂടാതെ വരാനിരിക്കുന്ന കാലത്ത് എന്തും ലഭിക്കും എന്നാണ് യേശു പറയുന്നത്? നിത്യജീവനും. 15, നിത്യജീവൻ ലഭിക്കുന്നത് എപ്പോൾ? വരാനിരിക്കുന്ന കാലത്ത്. 16, ലൂക്ക 18-ാം അധ്യായം 5-ാമത്തെ തലക്കെട്ട്, പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം. 17, അവൻ യേശു 12 പേരെയും അടുത്തു വിളിച്ച് പറഞ്ഞതെന്ത്? ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും. 18, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും. ഇങ്ങനെ യേശു പറഞ്ഞത് ആരോട്? 12 പേരോടും. 19,
എവിടേക്ക് പോകുന്ന കാര്യമാണ് യേശു 12 പേരോടും പറയുന്നത്? ജെറുസലേമിലേക്ക്. 20 ആരെപ്പറ്റിയാണ് പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകുന്നത്? മനുഷ്യപുത്രനെ പറ്റി. 21 മനുഷ്യപുത്രനെ പറ്റി ആര് വഴി എഴുതപ്പെട്ടതെല്ലാമാണ് പൂർത്തിയാകുന്നത്? പ്രവാചകന്മാർ വഴി. 22 അവൻ മനുഷ്യപുത്രൻ ആർക്കാണ് ഏൽപ്പിക്കപ്പെടുന്നത്? വിജാതിയർക്ക്. 23 അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും. ഇവിടെ പറയുന്ന അവർ, അവൻ എന്നിവർ ആരെല്ലാം? അവർ വിജാതിയർ, അവൻ മനുഷ്യപുത്രൻ. 24 വിജാതിയർ മനുഷ്യപുത്രനെ ചെയ്യുന്നത് എന്തെല്ലാം? പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 25 വിജാതിയർ മനുഷ്യപുത്രനെ ചെയ്യുന്നതായി ലൂക്കാ 18 അധ്യായം 32-33 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര ഏവ? 5 കാര്യങ്ങൾ. 1 പരിഹസിക്കുക, 2 അപമാനിക്കുക, 3 തുപ്പുക, 4 പ്രഹരിക്കുക, 5 വധിക്കുക. 26 മനുഷ്യപുത്രനെ വിജാതിയർ ചെയ്യുന്നതായി പറയുന്നതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്ത്? പരിഹസിക്കുക. 27 അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ അവൻ എന്ന് ഉയർത്തെഴുന്നേൽക്കും എന്നാണ് യേശു പറയുന്നത്? 3-ാം ദിവസം. 28 അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ എന്തു ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. 29 ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. ഏതു കാര്യങ്ങൾ? പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം. 30 ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. കാരണമെന്ത്? ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. 31 യേശുവിൻ്റെ പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായവും വാക്യവും ലൂക്കാ 18:31 മുതൽ 34 വരെ. 32 ലൂക്കാ 18 അധ്യായത്തിന്റെ 6-ാമത്തെ തലക്കെട്ട് അന്ധന് കാഴ്ച നൽകുന്നു. 33 ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ യേശു എവിടെ സമീപിച്ചപ്പോഴാണ്? ജെറീക്കോയെ. 34 അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ആരാണ് വഴിയരികിൽ ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നത്? ഒരു കുരുടൻ. 35 അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ എവിടെയിരുന്നാണ് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നത്? വഴിയരികിൽ. 36 ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൻ അന്വേഷിച്ചു. ആര്? വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന ഒരു കുരുടൻ. 37 വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്ന ഒരു കുരുടൻ എന്തു കേട്ടാണ് എന്തു സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചത്? ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട്. 38 എന്താണ് സംഭവിക്കുന്നത് എന്ന കുരുടന്റെ അന്വേഷണത്തിന് ജനക്കൂട്ടം നൽകിയ മറുപടി എന്ത്? നസ്രയനായ യേശു കടന്നുപോകുന്നു. 39 അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. എപ്പോൾ? നസ്രയനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ. 40 നസ്രയനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞത് എന്ത്? ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. 41 ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് കുരുടൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആരാണ് അവനെ ശകാരിച്ചത്? മുമ്പേ പൊയ്ക്കൊണ്ടിരുന്നവർ. 42 മുമ്പേ പൊയ്ക്കൊണ്ടിരുന്നവർ എന്തു പറഞ്ഞാണ് കുരുടനെ ശകാരിച്ചത്? നിശബ്ദനായിരിക്കാൻ പറഞ്ഞ്. 43 നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് മുമ്പേ പൊയ്ക്കൊണ്ടിരുന്നവർ കുരുടനെ ശകാരിച്ചപ്പോൾ അവൻ ചെയ്തതെന്ത്? കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. 44 കുരുടൻ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ചെയ്തത് എന്തെല്ലാം? യേശു അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. 45 യേശു അവിടെ നിന്നു. എന്താണ് അവിടുന്ന് കൽപ്പിച്ചത്? അവനെ, അതായത് കുരുടനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ. 46 അവൻ അടുത്തു വന്നപ്പോൾ യേശു അവനോട് ചോദിച്ചത് എന്ത്? ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്?
47 ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് കുരുടൻ നൽകിയ മറുപടി എന്ത്? കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. 48 കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണമെന്ന് കുരുടൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതെന്ത്? നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 49 നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആരോട് പറഞ്ഞു? യേശു കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം എന്ന് പറഞ്ഞ കുരുടനോട്. 50 നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അധ്യായവും വാക്യവും പറയുക. ലൂക്ക 18:42. 51 നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ തൽക്ഷണം സംഭവിച്ചത് എന്ത്? അവന് കാഴ്ച ലഭിച്ചു. 52 എപ്പോഴാണ് കുരുടന് കാഴ്ച ലഭിച്ചത്? നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ ക്ഷണം. 53 കാഴ്ച ലഭിച്ച കുരുടൻ ചെയ്തതെന്ത്? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി. 54 ആരെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് കാഴ്ച ലഭിച്ച കുരുടൻ യേശുവിന്റെ പിന്നാലെ പോയത്? ദൈവത്തെ. 55 കാഴ്ച ലഭിച്ച കുരുടൻ ദൈവത്തെ എന്താണ് ചെയ്തത്? മഹത്വപ്പെടുത്തി. 56 കാഴ്ച ലഭിച്ച കുരുടൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയപ്പോൾ എല്ലാവരും ചെയ്തതെന്ത്? ദൈവത്തെ സ്തുതിച്ചു. 57 എല്ലാവരും ദൈവത്തെ സ്തുതിച്ചത് എന്തുകണ്ട്? കാഴ്ച ലഭിച്ച കുരുടൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയത് കണ്ട്. 58 വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന കുരുടൻ യേശുവിനെ സംബോധന ചെയ്യുന്നത് ഏതെല്ലാം വാക്യങ്ങളിൽ? 3 സംബോധനകളാണ് പറയുന്നത്. 38 വാക്യത്തിൽ ദാവീദിന്റെ പുത്രനായ യേശുവേ, 39 ദാവീദിന്റെ പുത്ര, 41 കർത്താവേ. 59 പ്രാർത്ഥന എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ എത്ര ഉപമകൾ ലൂക്ക 18 അധ്യായത്തിലുണ്ട്? ഏതെല്ലാം? 2 ഉപമകൾ. ന്യായാധിപനും വിധവയും, 2 ഫരിസയനും ചുങ്കക്കാരനും. ഇങ്ങനെ 59 ചോദ്യങ്ങളാണ് ലൂക്ക 18 അധ്യായത്തിന്റെ 2 ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസ് അയയ്ക്കുക. നമ്മുടെ പഠന സഹായി തയ്യാറായിട്ടുണ്ട്. പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 230 രൂപയാണ് പുസ്തകത്തിന്റെ മുഖവില. ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ 200 രൂപയ്ക്ക് നൽകുകയാണ്. 50 രൂപയാണ് കേരളത്തിനുള്ളിൽ പോസ്റ്റൽ ചാർജ്. കേരളത്തിന് പുറത്ത് 100 രൂപയാണ്. 5 പുസ്തകം ഒന്നിച്ച് ഓർഡർ ചെയ്യുന്നവർക്ക് 1 പുസ്തകം സൗജന്യമായി നൽകുന്നതാണ്. നിങ്ങളുടെ ഇടവകയിൽ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികൾക്കോ നിങ്ങളോടൊപ്പം ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കോ ചേർന്ന് ഒന്നിച്ച് 5 പുസ്തകം ഓർഡർ ചെയ്യാം. എങ്കിൽ 1 പുസ്തകം സൗജന്യമായി നൽകുന്നതാണ്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.